ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ ഈ ആഴ്ച നല്ലൊരു സമ്മർ ഡ്രിങ്ക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. 5 സമ്മർ ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ മാതള നാരങ്ങയുടെ ഉണ്ടാക്കാം, തണ്ണിമത്തൻ്റെ ഉണ്ടാക്കാം, ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്, പച്ചമാങ്ങ ഉണ്ട്. നമ്മളിതൊന്നും ഐസിട്ട് ഉണ്ടാക്കുന്നില്ല, നല്ല തണുത്തോളം ഒഴിച്ചുണ്ടാക്കിയാൽ മതി. നമ്മൾ ഈ ചൂടിനൊക്കെ പുറത്തുനിന്ന് വരുമ്പോൾ ഐസിട്ട് കുടിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തൊണ്ടവേദനയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഐസ് ഇടുന്നില്ല, നല്ല തണുത്തോളം ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ജ്യൂസിനകത്ത് ചില ജ്യൂസിലൊക്കെ ഞാൻ തേൻ ഉപയോഗിക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കാം, തേൻ ചേർക്കാം, നമുക്കത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാൻ ആദ്യം നമ്മൾ തണ്ണിമത്തൻ്റെ ജ്യൂസ് ഉണ്ടാക്കാം. ഇന്നത്തെ നമ്മുടെ ഡ്രിങ്ക് വാട്ടർമെലോൺ കൊണ്ടാണ്. ഞാൻ ഇതുപോലെ കട്ടി കുറച്ചൊന്ന് വാട്ടർമെലോൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് ഈ കുരുവും ഈ വെളുത്ത ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഈ വൈറ്റ് ഭാഗം നമ്മൾ ഇടരുത്, ഇതിടാതെ ബാക്കി ഈ വൈറ്റ് ഭാഗം മുഴുവനും ചെത്തി കളഞ്ഞിട്ട് നമ്മൾ ഇതിനകത്തുനിന്ന് ഈ കുരുവൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ട് വേണം നമ്മളൊന്ന് മിക്സിക്കകത്ത് അടിക്കാൻ. അല്ലെങ്കിൽ കുരു പൊടി അടിക്കുമ്പം നല്ലൊരു ടേസ്റ്റ് വരികയല്ല ജ്യൂസിന്. നമുക്കിതുപോലെ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഈ കുരുവെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം ഈ വാട്ടർമെലോണിൽ. ഞാനിപ്പോൾ ഇത് ഈ വാട്ടർമെലോണെല്ലാം ഇതുപോലെ ഇത് കണ്ടോ, കുരുവൊന്നും ഇല്ലാതെ ആ വെളുത്ത ഭാഗമൊന്നും ഇല്ലാതെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നമുക്കിത് ഈ ഒരു ജ്യൂസറിനെടുത്തിട്ട് അതിൻ്റെ ചാറിനകത്തോട്ട് ചേർക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 2 സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട്. നല്ല മധുരമുള്ള വാട്ടർമെലോൺ ആണെങ്കിൽ നമ്മൾ അതനുസരിച്ച് ചേർത്താൽ മതി. ഇപ്പോൾ ഒരു ഇത് ടേസ്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ഈ പുതിന ഇല ഇട്ടാൽ ഞാനൊരു 3 പുതിനയുടെ ഇല ഇതിനകത്ത് ചേർക്കുവാണ്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് ഇത്. ഈ ഇഞ്ചി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടിടാം, അല്ലെങ്കിൽ മിക്സിക്കകത്ത് അരയാതെ കിടക്കും. നമുക്കൊരു 1/2 നാരങ്ങയുടെ നീരും കൂടിയും ചേർക്കാം. ഇത് മിക്സിക്കകത്ത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് നമ്മൾ ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം. ഞാനിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പം വാട്ടർമെലോൺ ഇതുകൊണ്ട് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. നമുക്കൊരു നല്ല അരിപ്പ എടുത്തിട്ട് അതിനകത്തൊന്ന് അരിച്ചെടുക്കാം. കുരുവോ ഇഞ്ചിയുടെ കഷ്ണമോ എന്തെങ്കിലും ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അരിച്ചെടുക്കുമ്പോൾ അതങ്ങോട്ട് മാറിക്കോളും. ഈ ചൂടിനൊക്കെ വാട്ടർമെലോണും അതിൻ്റെ കൂട്ടത്തിൽ നാരങ്ങയും ഇഞ്ചിയൊക്കെ ആകുമ്പോൾ പുതിനയുടെ ഒരു രുചിയൊക്കെ വരുമ്പോൾ വളരെ ടേസ്റ്റിയാണ് ഈ ഡ്രിങ്ക്. ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്ന് പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഉണ്ട്, നല്ലതുപോലെ അരിഞ്ഞിട്ടുണ്ട്. കുരുവൊന്നും ഇല്ലായിരുന്നു, അത് കാരണം അധികം ബാക്കിയൊന്നും വന്നിട്ടില്ല. ഒത്തിരി തിക്കായിട്ട് ഇരിക്കുവാണെങ്കിൽ നമ്മൾ നല്ലൊരു തണുത്ത വെള്ളം കൂടെ ചേർത്തിട്ട് അങ്ങോട്ട് കുടിക്കാം. അല്ലെങ്കിൽ ഐസ് ഇടേണ്ടവർക്ക് ഐസും ഇടാം. നല്ല വെയിലത്തൊക്കെ വരുമ്പോൾ നമ്മൾ ഐസ് ഇട്ട് കുടിക്കാതിരിക്കുമായിരിക്കും നല്ലത്. നല്ല തണുത്ത വെള്ളം ഒഴിച്ച് അടിച്ചെടുത്താൽ മതി. നമുക്കിതിനൊരു ഇതുണ്ട്. ഇപ്പം ഞാൻ അരിച്ചെടുത്ത് വാട്ടർമെലോണിൻ്റെ ജ്യൂസ് ഉണ്ടോ, നല്ല കളറും ഒക്കെ ഉണ്ട്. നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഇത് ഞാൻ എടുക്കാം. നമ്മുടെ വാട്ടർമെലോൺ ജ്യൂസ് ഇതുകൊണ്ട് നല്ല റെഡി ആയിട്ടുണ്ട്. കണ്ടിട്ട് തന്നെ നമുക്ക് കുടിക്കാൻ തോന്നുന്നില്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.